ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും റെസ്പോൺസ് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോനെ പറ്റിയിട്ടാണ്. ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ കമൻസ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ വെച്ച് ഒന്നോ രണ്ടോ പേര് വല്ലതും റിപ്ലൈ ചെയ്യായിരിക്കും. കാരണം ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോ, ഇടയ്ക്ക് മുങ്ങുക ഇടയ്ക്ക് പൊങ്ങുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇട്ട ഒരു വീഡിയോ ആണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചു. കമൻസ് മാത്രമല്ലാതെ അല്ലാണ്ട് നമ്മുടെ ഇൻസ്റ്റയില് ഇൻബോക്സിലും പിന്നെ വാട്സപ്പിലൊക്കെ വന്ന ഒത്തിരി പേര് പരിചയമൊക്കെ പുതുക്കി പോയായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. കുറെ അധികം വീഡിയോ റിക്വസ്റ്റും ഒക്കെ കിട്ടി. അതിപ്പോ എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് ഒരു 10-30 ദിവസം അടുപ്പിച്ച് ചെയ്യാനുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ പയ്യെ നമുക്ക് ചെയ്യാം. അടുപ്പിച്ച് ചെയ്യില്ലെങ്കിലും പറ്റുന്ന പോലെ ചെയ്യാന്ന് കരുതുന്നു. ആൻഡ് ഭയങ്കര സന്തോഷം. പിന്നെ അതിലെനിക്ക് ഒരു കുറേ അധികം എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. കൂടുതലും സെൽഫ് ഇംപ്രൂവ്മെന്റ് തന്നെയാണ് കൂടുതലും ആൾക്കാർ ചോദിച്ചേക്കുന്നത്. ഫിനാൻസ് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പിന്നെ ഫൈബ്രോമയാൽജിയ, അതെന്താണ് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഫൈബ്രോമയാൽജിയ. അത് പിന്നെ വെയിറ്റ് ലോസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല കേട്ടോ, പിന്നെയും അത് കൂടിയെന്ന് വേണം പറയാൻ. ഇപ്പോൾ കുറച്ചധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ അങ്ങറ്റ വരുന്നത്. രാത്രി 12 മണിക്ക് വരെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 80 കിലോ വരെ, 95-ന്ന് നമ്മളൊരു 80 കിലോ വരെയൊക്കെ കുറച്ച് കൊണ്ടുവന്നാണ്. അത് വീണ്ടും കൂടിയിട്ട് ഇപ്പൊ 88-ല് വന്ന് നിൽക്കുകയാണ്. ശരിക്കും നല്ല വണ്ണമുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ നല്ല ടൈറ്റാണ്. നടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മുഖം കണ്ട ആൾക്കാർ ഇല്ല, കുഴപ്പമില്ല എന്നാണ്, ഭയങ്കര മെലിഞ്ഞിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഉറക്കമൊന്നും ഇല്ലാഞ്ഞോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. മുഖം നമ്മൾ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വെയിറ്റ് ലോസിനൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിന് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം വണ്ണം കുറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ എനിക്ക് വേറെയും കുറെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു 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 മടിയാണ്. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടേ നോക്കട്ടെ, വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ കുക്ക് ആൻഡ് ടോക്ക്, അത് ഒരാൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ ചുമ്മാ വാചടിച്ച് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ആൾക്കാർക്ക് പ്രയോജനമാവുമോ എന്നൊക്കെ ഒരു വിഷയം കാരണമാണ് നമ്മൾ അത് വിട്ടു കളഞ്ഞത്. ആൻഡ് അതൊക്കെ നമുക്ക് ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലെനിക്ക് ഇന്നിപ്പോൾ പറയണം എന്ന് തോന്നിയത്, പ്രത്യേകിച്ചും ഇന്ന് കുറേ പേര് സംസാരിച്ചതും ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു വിഷയം എന്ന് വെച്ചാൽ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം കുറച്ച് പേര് വിളിച്ചപ്പോഴും അവരുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നി. അപ്പം ഭയങ്കര ആധികാരികമായിട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ഒന്നും പറയാൻ എനിക്കില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ കോൺഫിഡൻസ് ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ വരിക എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്നോടിപ്പോൾ പറയുക അടുത്തൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, എനിക്കൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് അല്ല. കാരണം ഞാൻ ചുമ്മാ കേക്കൊക്കെ ഉണ്ടാക്കും, പക്ഷെ അതിന്റെ പുറത്ത് ഈ ഐസിങ്ങും പരിപാടികളും ഒക്കെ, ഐസിങ് അല്ലല്ലോ എന്നെന്താ പറയുന്നത്, മറ്റേ ക്രീമൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി അല്ലേ, അത് എനിക്കറിയത്തില്ല ചെയ്യാൻ. അപ്പോൾ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണോ? അല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല. അപ്പം എനിക്കതിൽ കോൺഫിഡൻസ് ഇല്ല. ഞാൻ ചെയ്യാത്തിടത്തോളം ഒട്ടും കോൺഫിഡൻ്റ് അല്ല. പക്ഷെ ഇപ്പൊ എന്നോട് പറയാണ് ഒരു 10-25 പേർക്കുള്ള ഫുഡ് ഞാൻ റെഡിയാക്കണം എന്ന് പറയുവാണെങ്കിൽ
പിന്നെ ഞാൻ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ പിന്നെയും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്ന, ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്യുന്നതാ. അപ്പൊ നമുക്കറിയാം നമുക്ക് അളവൊക്കെ ഇച്ചിരി തെറ്റിപ്പോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ കുക്ക് ചെയ്ത് കറക്റ്റ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് കുറച്ച് മീൽ പ്രിപ്പ് ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ച് 10-25 പേർക്കൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ ആരോഗ്യം മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷെ കോൺഫിഡൻ്റ് ആണ്. കാരണം ഓൾറെഡി ചെയ്യുന്ന കാര്യമാണ്. അത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഇച്ചിരി ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യം, കുറച്ച് പ്രാക്ടീസ് ഉള്ള കാര്യം നമുക്ക് കോൺഫിഡൻ്റ് ആണ്. അല്ലാത്ത കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കോൺഫിഡൻസ് കുറവ്. അപ്പൊ എൻ്റെ അടുത്ത് പലരും പറയും, ഞാൻ ഇങ്ങനെ തന്നെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം, ഇപ്പൊ കേക്ക് ബേക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും, എനിക്ക് തയ്യൽ അറിയാമെങ്കിലും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നത് എന്നുള്ളതാ. ഈ പറയുന്ന ഞാൻ പുറത്താർക്കും തയ്ച്ചു കൊടുക്കാതെ തയ്ക്കാൻ തുടങ്ങിയത് എൻ്റെ കുഞ്ഞിന് ഞാൻ തയ്ച്ചെനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്. എങ്കിൽ പോലും മെഷർമെന്റ് എടുത്ത് തയ്ക്കുന്നൊന്നും നമുക്ക് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ എന്തും വരട്ടെ നമുക്ക് നോക്കാം എന്നുള്ളൊരു മട്ടില് ആ പ്രയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളത് ഇറങ്ങി. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതേ ചെയ്യാനുള്ളൂ, പ്രാക്ടീസ് ചെയ്യാം. ചെറിയൊരു ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാലുവേ, ഇപ്പം എന്നോടിപ്പോ ഒരു ഫ്രോക്ക് തയ്ക്കാൻ പറഞ്ഞാൽ ഉള്ള കോൺഫിഡൻസ് ആയിരിക്കില്ല എന്നോട് ജെൻസിന്റെ ഒരു പാന്റ് തയ്ക്കാൻ പറഞ്ഞാൽ. കാരണം ഞാനത് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യണേ വേണേ ചെയ്തു നോക്കാന്നുള്ളതല്ലാതെ അതൊരു മൈൻഡ് സെറ്റാ, നമ്മൾ ട്രൈ ചെയ്യാം എന്നുള്ളത്. മറ്റേത് ഫ്രോക്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട്, പിന്നെ അതിനകത്തെ കുറച്ച് എക്സ്ട്രാ ഒക്കെ നമ്മളൊന്ന് നോക്കി കണ്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും ആ കോൺഫിഡൻസ്. അപ്പോൾ സെയിം വേ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നമ്മൾ കുറേ അധികം കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് മെയിനായിട്ടും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരിക. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അയ്യോ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കാല്ല. മിസ്റ്റേക്സ് വന്നോട്ടെ, ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരിക. നമ്മുടെ പോസ്ചർ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുത്ത് കുറേ അധികം സമയം എന്ന് പറഞ്ഞാൽ കുറേ അധികം ദിവസം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പൊ വളരെ എന്താണ്, എൻ്റെ തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഫേസ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു സെൽഫി എടുക്കാൻ പോലും മടി ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് സെൽഫി എടുക്കാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുക, എൻ്റെ പല്ല് പുറത്ത് കാണും എന്ന് വിഷമം ഉണ്ടായിരുന്ന ഒരാളാ. അല്ലെങ്കിൽ എൻ്റെ മുഖം കാണാൻ കൊള്ളത്തില്ല, അല്ലെ എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വെച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല, നമ്മൾ ആ സമയത്തുണ്ടല്ലോ ഒരു പൊട്ടൻ അല്ലെങ്കിൽ പൊട്ടിയായിട്ട് ഇരിക്കണം. കാരണം ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിപ്പോകും. ഞാൻ ഇന്ന് ഇപ്പൊ സംസാരിച്ച ഒരാളും കൂടെ പറഞ്ഞതാണ്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അധികം ആരും അറിഞ്ഞില്ല. വീഡിയോ ഇട്ടു, അങ്ങനെ ഈ യൂട്യൂബിൽ തന്നെ ഉള്ള ആൾക്കാരാണ് എനിക്ക് ഫസ്റ്റ് കമന്റിലൂടെ നമുക്ക് ആ ഒരു അപ്രിസിയേഷനും ആ ഒരു കോൺഫിഡൻസും ഒക്കെ തന്നത്. പയ്യെയാണ് ഇമ്പ്രൂവ് ചെയ്തത്. എൻ്റെ ഏറ്റവും പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ ഞാൻ ബബ്ബ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഭയങ്കര ആണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിർഗളമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രയൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ട് ഒന്നും സംസാരിക്കേണ്ടി വരുന്നില്ല, വളരെ കാഷ്വലായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയത് വളരെ പതുക്കെയാണ്. നമ്മളത് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്ന ഒരു മോട്ടീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് തെറ്റുവോ, അല്ലെങ്കിൽ തെറ്റിയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ, ഇല്ല പിന്നെ നോക്കാമല്ലോ. ഇതിപ്പം
വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ഇന്ന് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ പോയി നിന്ന് 2 വർത്താനം പറയാൻ പറഞ്ഞാല് എൻ്റെ കൈയും കാലും വിറയ്ക്കും. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലേക്ക് ഞാൻ എത്തണമെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ എത്തണമെങ്കിൽ ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യണം. സെയിം വേ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. അത് ഒത്തിരി സമയമെടുത്ത് നമ്മളൊരു 10-20 ദിവസം 30 ദിവസം നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിൽ നമ്മുടെ നിപ്പും നടപ്പും നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ കോൺഫിഡൻസിന് ഒത്തിരി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണേ. പിന്നെ ഓരോ ചെറിയ കാര്യങ്ങൾ, നമ്മൾ സംസാരിക്കുന്ന രീതി ആവട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആവട്ടെ, ഇതെല്ലാം നമ്മളൊന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടോ, നിങ്ങൾ അങ്ങ് ചെയ്തു തുടങ്ങിയിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ കാര്യം തന്നെ പറയാം. ഞാൻ ഈ കുറേ നാൾ വീഡിയോ ചെയ്യാതിരുന്നിട്ട് ഞാനിങ്ങനെ വേണോ, അല്ലെങ്കിൽ എന്തിനാ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വീഡിയോ ഇട്ടു, അതായത് ഈ തൊട്ട് മുന്നേ ഇട്ട വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ ഒരു റെസ്പോൺസ് എനിക്കൊരു ചെറിയ ബൂസ്റ്റാ തന്നത്. ചെറുതെന്നല്ല, ഒരു അത്യാവശ്യം വലിയ ബൂസ്റ്റ് തന്നെ തന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര കാര്യമായിട്ട് വന്ന അടുത്ത വീഡിയോ ഞാൻ ഉടനെ ചെയ്യത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബൂസ്റ്റുകൾ കിട്ടി തുടങ്ങും. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്യാതിരിക്കണ്ട. നമ്മുടെ ആഗ്രഹം നമ്മളങ്ങ് ചെയ്യുക. മരിച്ച് മുകളിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ ബൈ.